എന്തോ ഒരു എന്താ പറയുക സൂചേട്ടൻ മരിച്ച ആ ട്രോമയിൽ നിന്ന് പെട്ടെന്ന് ആ ട്രോമയിലേക്ക് ഞാൻ വന്നു ഇടിച്ചു കയറി വന്നു. അതാണ് എനിക്ക് പറ്റിപ്പോയത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ ചിത്രൻ എന്ന് പറയുന്നൊരു ട്രാവലോഗ് ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ എന്ന് പറയുന്നൊരു ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കുളിരി വരും, ഒരു എ സിക്കകത്ത് കയറിയത് പോലെ. അത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നൊരു വ്യക്തി. നമുക്ക് അദ്ദേഹത്തിൻ്റെ ട്രാവലിംഗ് വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ നൊമ്പരത്തോടെ കേട്ടിട്ടുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആ സിനിമയുടെ സീക്വൻസ്, വിഷ്വൽസ്, മൊത്തം കഥാപാത്രങ്ങളെ ഓർക്കും. ആ സിനിമ ഒരിക്കൽ കൂടെ കാണാനുള്ള ധൈര്യം പോലും നമുക്കില്ല. സിനിമയുടെ പേര് ആകാശദൂത് എന്നാണ്. പാട്ട് ഇതാണ്: വിണ്ണിലെ പൊൻതാരകൾ ഓരമ്മ പെറ്റോരുണ്ണികൾ അവരൊന്നു ചേർന്നോരങ്കണം എൻ കണ്ണിനിന്നെന്തുത്സവം കന്നിത്തേനൂറും തന്ന അവരൊന്നു ചേരില്ലേ അല്ലേ. ആ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് ചിത്ര ചേച്ചി പാടി, ദാസേട്ടൻ പാടി. അത് എവിടെ കേട്ടാലും നമ്മൾ കരയും, വിഷമം തോന്നും. ഞാൻ മലയാളത്തിൽ കേരളക്കര കുറേ അധികം ആൾക്കാർ, എല്ലാവരും ഒന്നല്ല കേട്ടോ, കുറേ അധികം ആൾക്കാർ വെറുക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ബഹുഭൂരിഷം തെറിയും എനിക്കെതിരെയുമായിരിക്കും. അതിനു മുമ്പ് തന്നെ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. ബിക്കോസ് ഓഫ് മൈ മദർ, എൻ്റെ അമ്മ. എൻ്റെ ചാനൽ തുടക്കകാലത്ത് കാണുന്ന ആൾക്കാർക്കറിയാം, ഞാനും എൻ്റെ അമ്മയായിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. കുക്കിംഗ് വീഡിയോസ് ഉണ്ട്, അല്ലാത്ത ലെഷറായിട്ടുള്ള കോവിഡ് ടൈമിലൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഉണ്ട്, കാണും ഇതിനകത്ത്. ആ അമ്മ, അതായത് ഒരു സ്ത്രീ സമൂഹത്തിൽ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അരയും ഈ വയറൊക്കെ ഇങ്ങനെ മുറുക്കി കൊടുത്ത് കഷ്ടപ്പാടിൻ്റെ ഈ പീക്കിൽ പോയി മക്കളെ വളർത്തിയൊരു സ്ത്രീ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അമ്മയാണ്. എന്നുവെച്ചാൽ അച്ഛൻ്റെ ചില വ്യക്തിപരമായ കുറേ കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് വ്യക്തി ജീവിതത്തിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ എൻ്റെ അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു അമ്മയാണ് ഞാൻ ഈ പറയുന്ന സ്ത്രീയിൽ കാണുന്നത്. അവരുടെ കുറവുകളെ, അവരുടെ കുറ്റങ്ങളെ, അവരെ വിമർശിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ വിമർശിച്ചിട്ടുള്ളത്. എന്നാൽ എന്നും എക്കാലത്തും ആ സ്ത്രീയെ കല്ലെറിയേണ്ടതുണ്ടോ എന്നുള്ള ഒരു നിരന്തരമായ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചതുകൊണ്ട് മാത്രമാണ്. അത് കാണുമ്പോൾ വിഷമം തോന്നുന്നു. ഒരു സാധുവാണ്. ഇവിടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വന്നു. ഇത് കേൾക്കുന്ന സമയത്ത് പലർക്കും വെറുപ്പ് തോന്നും. നീ ആരാടാ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ പറയൂ. കാരണം നിങ്ങളത് പറയണം, നിങ്ങൾ അങ്ങനെ തന്നെ പറയണം. വരികയാണ് വീട്ടിലേക്ക്. എനിക്ക് എൻ്റെ മക്കളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. ഇതപ്പം ചെറുതാണല്ലോ. ഇവിടെ ആ കണ്ട സീൻ എന്ന് പറഞ്ഞാൽ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നൊരമ്മ. ഈ ആകാശദൂത് സിനിമയ്ക്കകത്ത് നെഞ്ചു പൊട്ടിക്കൊണ്ട് തൻ്റെ മക്കൾ രോഗത്തിന് കീഴടങ്ങാൻ വേണ്ടിയിട്ട്, മരണത്തിന് വിധിക്ക് മുമ്പിൽ തലകുനിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അബലയായ സ്ത്രീ. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് ആ കുഞ്ഞു മക്കൾ മാത്രമാണ്. ആ മക്കളെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പല കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന ആ ഒരു പാട്ടാണ് നമ്മൾ നേരത്തെ കേട്ടത്. അപ്പം ആ സ്ത്രീ അനുഭവിക്കുന്ന എല്ലാ തീഷ്ണതകളും നമ്മൾ സിനിമയിലൂടെയാണ് കണ്ടതെങ്കിലും നമുക്കിന്ന് മറക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത്തരം സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ വേദന തോന്നും. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ ഇപ്പം ആ ഒരു സീൻ, അതായത് ആ കുഞ്ഞിനെ കണ്ടിട്ട് കെട്ടിപ്പിടിക്കുന്ന ഈ രേണു സുധി ചെയ്തിട്ടുള്ള ഈ ഒരു ധൈര്യം എത്ര വ്യക്തികൾ ബിഗ് ബോസ് ചെയ്തിട്ടുണ്ടെന്നറിയോ? ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, ധൈര്യമുണ്ട്. അത് കടന്ന ധൈര്യമുണ്ട്. കാരണം സീസൺ 4 അകത്ത് ജാസ്മിൻ മൂസ വാക്കൗട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അതായത് ഞാൻ ഇറങ്ങിപ്പോണം, എനിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞു പോയതാണ്. അതുപോലെ രേണു സുധിയോട് ലാലേട്ടൻ പോണമെന്ന് പറയുന്നു. നിങ്ങൾ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ രേണു സുധിക്ക് ഒരു കാര്യം പറയായിരുന്നു. ഇല്ല ലാലേട്ട, ഞാൻ വരുന്നില്ല, അത് ചിലപ്പോൾ എനിക്ക് വിഷമം കൊണ്ട് ദേഷ്യം കൊണ്ടൊക്കെ പറഞ്ഞതാണ്, വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അവിടെ നിർത്തും. കാരണം ബിഗ് ബോസിൻ്റെ പാറ്റേൺ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയും. പക്ഷേ ആ സ്ത്രീ ഒരിക്കലും നിഷേധിച്ചില്ല. ഇല്ല, വരൂ, പോവാം എന്ന് പറഞ്ഞ് നിങ്ങൾ 24 മണിക്കൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പോകണം. എന്തൊക്കെയാണ് കാരണം? ഞാൻ തുടക്കത്തിലെ ഈ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു, രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയത് നെഗറ്റീവായിട്ടല്ല. എന്നാൽ രേണു സുധി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി കഴിഞ്ഞാൽ രേണുവിൻ്റെ നാക്കും, രേണുവിൻ്റെ വാക്കും, രേണുവിൻ്റെ വൃത്തികെട്ട സ്വഭാവവും ഒക്കെ കാരണം രേണു സുധി ഏറ്റവും കൂടുതൽ ലാലേട്ടനാൽ ആക്കപ്പെടും, മറ്റുള്ളവരാൽ എയറിലാക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. എന്താ സംഭവിച്ചത്? രേണു സുധി എവിടെ എയറിലായത്? രേണു സുധി സത്യം പറഞ്ഞാൽ അവരിത്രയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. കാരണം ബിഗ് ബോസിൽ കയറി ഒരു കണക്കിന് അനുഗ്രഹമായി. ആ സ്ത്രീ ജീവിക്കാൻ വേണ്ടി തന്നെ ആ ബിഗ് ബോസ് ഹൗസിലേക്ക് കുറച്ച് ദിവസം പോയി, 1 മാസത്തോളം നിന്നുള്ളൂ. അതുകൊണ്ട്
വലിയൊരു ഭീമമായൊരു തുകയൊന്നും അവർക്ക് കിട്ടത്തില്ലെന്ന് ഞാൻ നിസ്സംശയം പറയാം. അവർക്ക് വളരെ ചെറിയ തുകയെ കിട്ടുള്ളൂ. ഞാൻ ചിലപ്പോൾ വിചാരിച്ചത് ഒരു 10, 50, 60 ദിവസമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പൈസയും കിട്ടുമായിരുന്നു. ചിലപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു വാടക വീടൊക്കെ എടുത്ത് താമസിക്കാനുള്ള സാഹചര്യത്തിലേക്ക് അവർ പോകണമായിരുന്നു. കാരണം പോകുന്നത് തന്നെ നല്ലത്. എന്തിനാണ് ഈ പറയുന്ന ഔദാര്യം പറ്റി എന്നുള്ളൊരു കാരണം കൊണ്ട് അവരെ മൊത്തത്തിൽ സമൂഹം കല്ലെറിയാണ്. മറ്റേ ഒരു ബിഷപ്പ് അദ്ദേഹം പറഞ്ഞെന്താണ്, തേച്ചൊട്ടിച്ച് വിടുമോ, എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ ഇതിന് കഴിയുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. എനിവേ, അപ്പോൾ ആൾക്കാർക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, നന്ദികേട് കാണിച്ചുകൊണ്ടാണ്. ഒരാളെ നമുക്ക് എത്ര നാൾ കല്ലെറിയാൻ വേണ്ടിയിട്ട് പറ്റും? യേശുക്രിസ്തുവിൻ്റെ തന്നെ അദ്ദേഹം തന്നെ കാണിച്ചിരിക്കുന്ന വഴികളാണ് പാപികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതടക്കം പറഞ്ഞതും, തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോഴേക്കും ഒരാളെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നൊരു കാര്യം പഴയ നിയമത്തിനകത്തുള്ള സാഹചര്യം ഇത് നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ പുതിയ നിയമം ആ ഒരു സാഹചര്യങ്ങളെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നുമില്ല എന്നുള്ളതാണ്. എന്തുമായിക്കൊണ്ട് പോട്ടെ. അപ്പം ഈ സ്ത്രീ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ സ്ത്രീ നേരെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പം ആ ഒരു മൊമെൻറ്റിൻ്റെ അകത്ത് ഇന്ന് അവരുടെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിരുന്നു, ബർത്ത്ഡേ. അപ്പോൾ ഈ ജന്മദിനം ഞാൻ ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്കോ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ വിമർശകൻ എന്നുള്ള നിലയ്ക്കോ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. എങ്കിലും 1000 ജന്മദിനാശംസകൾ രേണു. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്കും കൂടെ ഉള്ളത് തന്നെയാണ് ഈ ഒരു പൂക്കൾക്കും പുഴുക്കൾക്കും മറ്റുള്ള എല്ലാത്തിനും ഉള്ളതാണ് ഈ ലോകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം സുഖമായിട്ട് ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാവിധ അവകാശവും അർഹതയും സ്വാതന്ത്ര്യം ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് സന്തോഷകരമായിട്ട് ജീവിക്കാം. എന്തെങ്കിലും കാത്തിരിക്കും, അമ്മ എന്തായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്? എന്തോ ഒരു എന്താ പറയുക, സൂചേട്ടൻ മരിച്ച ആ ട്രോമയിൽ നിന്ന് പെട്ടെന്ന് ആ ട്രോമയിലേക്ക് ഞാൻ ഇടിച്ചു കയറി വന്നു. അതാണ് എനിക്ക് പറ്റിപ്പോയത്. ഈ ട്രോമ എന്നൊക്കെ പറഞ്ഞ പലർക്കും പല തരത്തിൽ മാത്രം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ടാകുമ്പോൾ നമ്മളെ മറ്റൊരാളുടെ ലൈഫ്, അത് എപ്പോഴും ബെന്യാമിൻ്റെ കാര്യം ഉദാഹരണം തന്നെ പറയാം. അതിനപ്പുറം ഒരു വാക്കില്ല. നമ്മൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ തന്നെയാണ്. അതായത് ഈ ട്രോമ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളിലേക്കും വളരെ വീടിൻ്റെ ഏറ്റവും ആണിക്കല്ലായിട്ട് നിന്ന ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പം കാരുണ്യം എന്നുള്ള സിനിമയ്ക്കകത്ത് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ മുരളി എന്ന് പറയുന്ന കഥ, അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് നിൽക്കുന്ന ഒരമ്മ, ആ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്, മറഞ്ഞു പോയതെന്തേ നീയകന്നു പോയതെവിടെ. അപ്പം അതിനകത്തൊക്കെ വരച്ച് കാണിക്കുന്ന ഒരു സാധനമാണ് ഇമോഷണൽ കണക്ഷൻസ്. അത് ആരുമായിട്ടും ആവാം. ചിലപ്പോൾ ഒരു നമ്മളെ വീട്ടിൽ വളർന്ന നായോടാവാം, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വളർന്ന മറ്റുള്ള പെറ്റ്സിനോടാവാം, ആരുമായിട്ടും ആവാം. ചിലപ്പം ഡെയിലി പത്രം ഇടാൻ വേണ്ടിയിട്ട് വന്നു പോകുന്ന ഒരാളോടും ആവാം, ആരോടും ആവാം. അത് നഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന വേദന അത് എത്രമാത്രമായിരിക്കും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ ട്രോമ കാരണം സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പലതും കാട്ടിക്കൂട്ടുമ്പം അതിനകത്ത് നമുക്ക് പെട്ടെന്ന് അവരെ കുറ്റപ്പെടുത്താനും തള്ളിപ്പറയാനും അവരെ ഏറ്റുമുട്ടി കല്ലെടുത്തെറിഞ്ഞ് കൊല്ലാനൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഒരു ഒറ്റ നിമിഷം അവരുടെ ഭാഗത്തു കൂടെ നിന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്തായിരുന്നു എന്ന്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന പ്യൂണായിട്ടോ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കുട്ടികൾ ഒരു കാര്യത്തിനുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് പീഡന പരാതി കൊണ്ട് കൊടുക്കുകയും 10-12 വർഷം ആ മനുഷ്യൻ ജയിലിൽ കിടക്കേണ്ടി വരികയും പിന്നീട് കോടതിയിൽ സത്യം തെളിയുകയും അയാൾ തെറ്റുകാരനല്ല എന്നും വന്നു. ആ 12 വർഷവും അയാൾ തെറ്റുകാരനെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും സമൂഹം മൊത്തം നിന്നിട്ടുണ്ടാവുക. ആ 12 വർഷത്തിന് ശേഷം കോടതി കുറ്റവിമുക്തനാക്കിയ മനുഷ്യൻ കരഞ്ഞ കണ്ണുനീര് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മളൊരാളെ കല്ലെറിയാം, കുറ്റപ്പെടുത്താം, അങ്ങേയറ്റം മ്ലേച്ഛമായ തരത്തിലുള്ള നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ അവർക്കെതിരെ ഉപയോഗിച്ചാലും എപ്പോഴെങ്കിലും ആ തിരുത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് തിരുത്താനൊരു അവസരം കൊടുക്കുക, അവർക്ക് മാറി ചിന്തിക്കാനൊരു അവസരം കൊടുക്കുക, അവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവർ തിരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ ആ തിരുത്താനുള്ളൊരു അവസരം കൊടുക്കുക. പിന്നെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വായില്ലാത്ത കോടാലിയാണ്, ബാബോളെ കോടാലി ഇല്ലേ. അവർക്ക് എന്താണ് പറയുക, എങ്ങനെയാണ് പ്രവർത്തിക്കുക. ഈ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കാര്യമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറേ അധികം ആൾക്കാർ പറയുന്നത് മുമ്പ് കേട്ടു, ഇവർ എന്തോ ഒരു സംഭവം പഠിച്ചിട്ടുള്ളതല്ലേ, അവർ ഫ്ലൈറ്റ് കണ്ടിട്ടുണ്ടോന്ന്. അത് ഫ്ലൈറ്റ് കാണേണ്ട ആവശ്യം എന്താ? ഞാൻ അതിൻ്റെ കോഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ നോക്കി. എന്താണ് അതിനെക്കുറിച്ച് ഏവിയേഷൻ പഠിച്ചവർക്ക് ഫ്ലൈറ്റിൻ്റെ ഡോർ തുറക്കും, ഏവിയേഷൻ പഠിച്ചവർക്ക് എല്ലാവർക്കും ഫ്ലൈറ്റിൻ്റെ ഡോർ തുറക്കണമെന്ന്, ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറണമെന്ന്, ഫ്ലൈറ്റ് കാണണമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇതെന്താ ക്യാബിൻ ക്രൂവും ഏവിയേഷൻ്റെ സംഭവം തമ്മിൽ ഒരു വ്യത്യാസം അത് മനസ്സിലാക്കാത്ത എന്താ? ഒരുപാടുണ്ടല്ലോ അതിൻ്റെ കോഴ്സുകൾ. ഞാൻ അന്ന് നോക്കിയായിരുന്നു, പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതാണ്. ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ വന്നിരുന്ന് മണ്ടത്തരം പറയുമ്പോഴും ചിന്തിക്കണം, അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ജോലിക്ക് ഏതൊക്കെ തരത്തിലേക്കൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അത്രയും നെഗറ്റീവായിട്ട് കയറി പോയിട്ട് അത്രയും പോസിറ്റീവായിട്ട് ഇറങ്ങി വല്ലതും കാണുന്നുണ്ടോ? ഫോൺ കിട്ടിയല്ലോ അല്ലേ? അതെ, ഇപ്പോഴല്ലേ എനിക്ക് കിട്ടിയത്. ഇനി അങ്ങനെ കാണത്തില്ല, എന്നാലും നോക്കാം. ജസ്റ്റ് ഇനി കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ കാണാം.
ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയിട്ട് രേണു പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കണ്ട രേണു തന്നെയല്ലേ ഒറിജിനൽ രേണു. അവിടെ അതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു കള്ളത്തരങ്ങൾ കാണിക്കുകയോ വല്ല ആകെപ്പാടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ തലയിൽ നിന്നും വന്ന മറ്റേ പേൻ എന്നുള്ളൊരു കാര്യം. ഞാൻ അതാ പറഞ്ഞേ, ഇവർ മറ്റേ എക്സ്റ്റൻഷനൊക്കെ വെച്ച് അവിടെ കയറി അങ്ങ് പോയി. എടീ, അവരും ഒരു സ്ത്രീയാടേ, അവരും ഒരു മനുഷ്യ സ്ത്രീയാണ്, അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവരെല്ലാവരും ബിഗ് ബോസ് എന്നുള്ളൊരു ഷോയ്ക്കകത്ത് വരുന്നവരെല്ലാം വളരെ ഇതായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, സെലിബ്രിറ്റി സ്റ്റാറ്റസ് മറ്റു സെറ്റപ്പ്. സമൂഹത്തിൻ്റെ അകത്ത് നിന്ന് എങ്ങനെയൊക്കെ കയറിപ്പോയൊരു വ്യക്തി മാത്രമാണ് രേണു. അപ്പോൾ അവർക്ക് അവരുടെ ഇടയിലേക്ക് ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ? പണ്ട് കാലത്ത് എൻ്റെ ഒരു ഭയങ്കര കോംപ്ലക്സ് ആണ്. കാരണം പണ്ട് കാലത്ത് നമ്മുടെ ചില കല്യാണങ്ങളൊക്കെ, നമ്മുടെ കുടുംബക്കാരുടെ കല്യാണങ്ങൾ, അവർക്ക് കാണുമെന്നില്ല അറിയത്തില്ല ഈ വീഡിയോ, അവരൊക്കെ അത്യാവശ്യം വളരെ വലിയ ഉയർന്ന സ്റ്റാൻഡേർഡും വലിയ വമ്പൻ സെറ്റപ്പുകളൊക്കെ കല്യാണങ്ങൾക്കൊക്കെ വിളിക്കും. അപ്പോൾ അമ്മ പറയും നീ പോ, അല്ലെങ്കിൽ ചേട്ടനോട് പറയും നീ പോ എന്നൊക്കെ പറയും. ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ഡ്രസ്സ് പോലും ഇല്ല ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി. അപ്പം അതൊക്കെ ഒരു വേദനിപ്പിക്കുന്ന കാര്യം. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് നമ്മളെ ഉള്ള സാധനം ഭയങ്കര നല്ലതാണെന്നുള്ളൊരു തോന്നലൊക്കെ ഒരു ഇട്ടുകൊണ്ട് അങ്ങോട്ടൊക്കെ കയറിപ്പോവും. പക്ഷേ അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറി നിൽക്കാൻ ശ്രമിക്കും. കാരണം അവരുടെ അടുത്തേക്ക് പോകാൻ ഒരു ജാള്യതയും ഒരു മാനക്കേടൊക്കെ നമുക്ക് തോന്നും. കാരണം നമുക്ക് ഇല്ലായ്മ നമുക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ആരും മാറ്റി നിർത്തുന്നില്ല, സ്വയം മാറി നിൽക്കുകയാണ്. അപ്പം അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ കംഫർട്ടാവും. നമ്മൾ ചിന്തിച്ചത് വെറും നമ്മുടെ ചിന്ത മാത്രമാണ്, അവരങ്ങനെ ചിന്തിക്കുന്ന കൂടിയില്ല എന്നൊരു തോന്നലൊക്കെ പിന്നെ വരും. പക്ഷേ എങ്കിലും ആ ഒരു സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇത് ഇങ്ങനെയൊക്കെ ആണോ സ്ഥലങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഓക്കെ. കാരണം നമ്മൾ കണ്ടിട്ടില്ലെന്നേ, നമ്മൾ കണ്ടിട്ടുള്ള ചാണകം മെഴുകിയിട്ടുള്ള തറ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ലോകമില്ല. മേളിൽ നോക്കി കഴിഞ്ഞാൽ ആകാശവും സൂര്യനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ദൂരങ്ങളുള്ള ഒരു വീടിൻ്റെ മേൽക്കൂരയാണ്. അവിടെ മറ്റേ പഴുതാരയും അതുപോലെ തന്നെ ചേരയും അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ വരും. ഇഷ്ടം പോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഷവർ പോലെ വെള്ളം അകത്തേക്ക് വരുന്ന അത്രയും ആധുനിക സംവിധാനങ്ങളുള്ള ഒരു വീട്ടിൻ്റെ അകത്ത് കിടന്നുറങ്ങിയ ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതൊക്കെ എൻ്റെ അമ്മയാണ്. അപ്പോൾ അവരമ്മയുടെ മകനായത് കൊണ്ടാവണം എനിക്കിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോഴേക്കും ഒരു വിഷമം തോന്നും. സീരിയസ്ലി പറയാം, ഭയങ്കര വിഷമം തോന്നും. ഇപ്പം ഈ രേണുസുതി എൻ്റെ ആരുമല്ല, ഇവരുടെ അടുത്ത് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ട് കൂടിയുമില്ല. ഇവരെന്താണെന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു സംഭവം, അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ വേഷം കിട്ടിയവരാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ആ ഒരു വേഷം കിട്ടിയൊരു സ്ത്രീ അവരെ ഇത്രയും ഒരുപാട് നമ്മൾ എല്ലാവരും പറഞ്ഞു, ഞാനടക്കം പറഞ്ഞു, ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട്, എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ട്, പറഞ്ഞു. പക്ഷേ ഇനി അവരെ ഈ ബിവിയും ഒക്കെ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി. ഇനി അവർ ജീവിക്കട്ടെ എന്ന് വയ്ക്കണം. അവർ ജീവിച്ചു പോട്ടെ. മോഡലിങ്ങോ അവർക്ക് അഭിനയമോ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ജീവിക്കട്ടെ എന്ന് പറയാം. നമ്മൾ അതിനെ അത്രയും അപഹസിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു ദുസ്സാഹചര്യത്തിൽ നമ്മൾ ഇതിനെക്കാട്ടിലും വലിയൊരു അവസ്ഥ ഇവരെ ഈ പറയുന്ന ആൾക്കാർക്ക് ഇതിനെക്കാട്ടിലും വളരെ മോശമായൊരു അവസ്ഥ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ചിന്തിക്കണം. നമ്മൾ അവരെ ഇത്രയുമൊക്കെ പറഞ്ഞതിൻ്റെ കിട്ടിയതൊരു ചിലപ്പോൾ ഒരു മാനസികമായൊരു ശിക്ഷയായിരിക്കാം ഇതൊന്നും. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ആരും പൂർണ്ണരും നമ്മൾ വലിയ സംഭവങ്ങളൊന്നുമല്ല. പറഞ്ഞതാ ഒരു എന്താ പറയുക, സൂചേട്ടൻ മരിച്ച ആ ട്രോമയിൽ നിന്ന് പെട്ടെന്ന് ആ ട്രോമയിലേക്ക് ഞാൻ വന്നു, ഇടിച്ചു കയറി വന്നു. അതാണ് എനിക്ക് പറ്റിപ്പോയത്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി അല്ലേ. ഇപ്പം എത്രയോ പേര് കണ്ടസ്റ്റൻസ് 2, 3 അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അവർ തന്നെ എവിക്റ്റ് ആയിപ്പോയിട്ട് എത്രയോ സീസണിൽ നമ്മൾ പുറത്ത് ചിലപ്പം നന്നായിട്ട് ഓക്കെ ആണെങ്കിൽ പോലും എന്ന് പറയുന്ന അവരോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അവൾ എൻ്റെ നല്ല ഫ്രണ്ട് കൂടി. ഞാൻ ആകെ ഡൗൺ ആയി. സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇത്. ചേച്ചി അവിടെ നിന്ന് ശരിക്കും സ്വയം ഇറങ്ങി വന്നതാ. ഈ കമൻറ്റ് ബോക്സ് വളരെ ആശ്വാസം തരുന്നൊരു കമൻറ്റ് ബോക്സാണ്. ഇത്രയും ദിവസം കഴിഞ്ഞ് അമ്മയെ കണ്ടപ്പോൾ ഋതപ്പൻ തോളിൽ ചേർന്ന് കിടന്ന് പാവം കുഞ്ഞ് രേണു. എനിക്ക് രേണു ഇറങ്ങി നന്നായി. സീരിയസ്ലി എനിക്കും അതങ്ങനെ ഫീൽ ചെയ്തു. കാരണം എനിക്കൊരു കുഞ്ഞുണ്ടടേ, എനിക്കൊന്നല്ല 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ പ്രായത്തിലുള്ളൊരു കുട്ടിയുണ്ട്, ഒരു 4 വയസ്സുകാരനായിട്ടുള്ളൊരു മകൻ എനിക്കുണ്ട്. പിന്നെ മൂത്ത ആളെന്ന് വെച്ചാൽ 11 വയസ്സ് കഴിഞ്ഞു. അപ്പം ഈ 4 വയസ്സുകാരനായിട്ടുള്ള കുട്ടി നമ്മളെ ദൂരെ നിന്ന് ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ ഒരു വരവുണ്ട്. കുറേ പരാതി പരിഭവങ്ങളും മറ്റൊന്നും മറിച്ച് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനെ കാണുന്ന സമയത്ത് അവൻ ഇങ്ങനെ ഒന്ന് ചേർന്ന് നമ്മളടുത്തേക്ക് ഇങ്ങനെ ചൂട് പറ്റി നിൽക്കുന്ന സമയമുണ്ടല്ലോ, അവനായിക്കോട്ടെ അവളായിക്കോട്ടെ, അത് ഉള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലത്തെ ഒരു അമ്മയാടേ അവർ ഒരു മാംസപിണ്ഡമല്ല, അവരൊരു അമ്മയാണ്. പാവം. എന്നാൽ ഈ കമൻറ്റ് ബോക്സ് വളരെ ആശ്വാസം തരുന്നൊരു കമൻറ്റ് ബോക്സ്. ഹാപ്പി ബർത്ത്ഡേ പറയുന്നു, അവരെക്കുറിച്ച് വളരെ നന്നായിട്ട് ജീവിച്ചു വരൂ, നിങ്ങളെക്കുറിച്ച് വളരെ അഭിമാനമുണ്ടെന്നൊക്കെ പറയുന്ന കമൻറ്റുകൾ ഇഷ്ടം പോലെ. പക്ഷേ എങ്കിലും ഇത് ഈ ഒരു വീഡിയോ വന്നേക്കുന്നത് മെയിൻ സ്ട്രീം ഓണിലാണ്. മെയിൻ സ്ട്രീം ഓൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്ത്രീയെ അവരെ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ചാനലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സമയത്ത് അവരുടെ വീഴ്ചകളിലും അവരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കല്ലെറിയുന്ന സമയങ്ങളിലും സാഹചര്യങ്ങളിലൊക്കെ അവരുടെ കൂടെ നിന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. സത്യം പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ടു എൻ്റയർ ടീം മെയിൻ സ്ട്രീം 1. സീരിയസ്ലി നമ്മൾ എവിടെയെങ്കിലും വീണ് പോകുന്ന സമയത്തെ നമ്മൾ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ കാലൻ എന്നുള്ള വ്യക്തി ഫ്രണ്ടിൽ വന്നിട്ട് ചോദിക്കുവാണ്, എടാ നീ ചെയ്തേക്കുന്നതെല്ലാം നീ വലിയ മറ്റവനാണല്ലോ, നീ വലിയ സംഭവമൊക്കെ ആണോ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ
നീ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊരു ഒരു ചോദ്യം, ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് റിഗ്രറ്റ് തോന്നരുത്, നമ്മുടെ ലൈഫിനോട് നമുക്ക് റിഗ്രറ്റ് തോന്നരുത്. സീരിയസ്ലി ഞാൻ പറയാം. ഇന്ന് കേട്ട ഏറ്റവും നല്ലൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ നമ്മുടെ ഈ വാക്സിൻ കണ്ടെത്തി, നമ്മുടെ ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധ വാക്സിൻ കണ്ടെത്തി എന്നുള്ള കാര്യമാണ്. ഓക്കെ, അത് വളരെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ദുരിതം പേര് ജീവിക്കുകയും അകാലത്തിൽ തന്നെ ക്യാൻസർ വന്ന് കുഞ്ഞു പ്രായത്തിൽ മുതൽ മരണപ്പെട്ടു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ജീവിക്കാൻ ആഗ്രഹമുള്ളവർ ക്യാൻസർ വലിച്ചുകൊണ്ട് പോകുന്നു. എനിക്ക് എത്ര പേരറിയാം, അവരൊക്കെ ഇന്ന് ജീവനോടെ ഇല്ല. അവർക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ പോലെ വീഡിയോ ചെയ്തു, അവർക്ക് ഫണ്ടിങ്ങിന് വേണ്ടി വീഡിയോ ചെയ്തു, എല്ലാം ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ടും ജീവനില്ല, ഇന്നില്ല. അവർ എവിടെയോ അവരുടെ പൊടി പോലെ കാണുമായിരിക്കും. അതാ പറഞ്ഞത്, നമ്മുടെ ജീവിതം വളരെ ഷോർട്ടാണ്. ചിന്തിക്കണം. നമുക്ക് ആരോട് വെറുപ്പ് തോന്നുവാണെങ്കിലും വെറുപ്പ് തോന്നിക്കോ, ഒരു 5 മിനിറ്റ് വേറെ ആരോടും പറയണ്ട, നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് മൗനമായിട്ട് 5 മിനിറ്റ് അവരെ സൈഡിൽ നിന്ന് ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് മാറ്റം വരും. ആ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും അവരെ കല്ലെറിയാനുള്ളൊരു മനോഭാവം ഉള്ളവരാണെങ്കിൽ അവർ കല്ലെറിയൂ. കാരണം നിങ്ങളെ എനിക്ക് തിരുത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്, അതിനെനിക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ബിക്കോസ് ഓഫ് മൈ മദർ. എൻ്റെ അമ്മ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയത് കണ്ട് വളർന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പം ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വന്നത് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ കുറച്ച് വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും കൂടെയൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ആ സ്ത്രീ ജീവിക്കട്ടെ, അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തട്ടെ. അവർക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി, ആ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ കുറവുകളും ഒക്കെ തിരുത്തി അവർ ജീവിക്കട്ടെ. അവരെ പുറകെ നടന്ന് നമ്മൾ കൊല്ലാക്കൊല ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. ഒരു രേണുസുതി മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഏറ്റവും വലിയ കൊടികെട്ടി വന്നിട്ടുള്ളൊരു വലിയ പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടൊക്കെ വന്നു, മറ്റ് പല സെലിബ്രിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. എവിടെയെങ്കിലും അതിനെക്കുറിച്ചൊരു പൊടി പോലും ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീ മാത്രം? ചിന്തിക്കണം. ഞാൻ പറഞ്ഞതിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും അവിവേകം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ തിരുത്തേണ്ടതുണ്ടെങ്കിൽ എന്നെയും തിരുത്തണം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ രേണു, ഋതപ്പൻ, കിച്ചു, എല്ലാവർക്കും നല്ലതോട്ടെ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നൊരു കേസ്. ബൈ.